അമ്പിയാക്കളും മഹാന്മാരായ അമ്പിയാക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇടതേടിയവരാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങൾ മുഴുവനും, മുഴുവൻ സഹാബികളും അമ്പിയാക്കളും അവനെ സംബന്ധിച്ച് കംപ്ലൈന്റ് പറയാൻ അല്ലാഹുവിന്റെ മുന്നിലുണ്ടാവും. കാരണം അവരെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിയത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടിയത് കൊണ്ടും ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനാണ് ആരോപിക്കുന്നത്. ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് സഹോദരന്മാരെ? ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കൈവലഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ വേറെ ആരാണ്? എല്ലാവരും അവനെതിരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണെന്നാണോ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത്? ചെറിയ വിഷയമാണോ അത്? ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മേൽ വളരെ ഗുരുതരമായ ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ അമ്പിയാക്കളും മഹത്തുക്കൾ മുഴുവനും നബി തങ്ങളോട് സഹായം തേടിയവരാണ്, നബി തങ്ങളെ വിളിച്ചു തേടിയവരാണ്, നബി തങ്ങളെ ഇടയാളരാക്കിയവരാണ് എന്ന് അംബിയാഇനെ സംബന്ധിച്ച് അവരല്ലേ അതിൽ പ്രഥമമായി പരാമർശിക്കപ്പെട്ടത്. ആ അംബിയാഇനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ അത് പറയുന്നയാൾക്കൊരൽപ്പം ഭയം വേണ്ടേ? അള്ളാന്റെ കോടതിയിലെത്തുമ്പോ മഹാന്മാരായ അമ്പിയാക്കൾ തന്നെ ഈ മനുഷ്യനെതിരെ വരില്ലേ? എത്രയോ നേതാക്കന്മാരവിടെ വരില്ലേ? അമ്പിയാക്കന്മാരെതിരെ വന്നുകൊണ്ട് അള്ളാനോട് കംപ്ലൈന്റ് കൊടുക്കില്ലേ? ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനാണ് എന്റെ പേരിൽ ആരോപണം പറഞ്ഞത്, ഞാൻ നിന്റെ ഹബീബായ നബിതങ്ങളെ വിളിച്ചിട്ടുണ്ട്, നബിതങ്ങളോട് സഹായം തേടിയിട്ടുണ്ട്, നബിതങ്ങളെ കൊണ്ട് ഇട തേടിയിട്ടുണ്ട് എന്ന് ഇതാ ഈ മനുഷ്യനാണ് പറഞ്ഞത് എന്ന് ഈ മനുഷ്യനെതിരെ അള്ളാന്റെ കോടതിയിൽ അമ്പിയാക്കൾ വരില്ലേ? ഇതുപോലത്തെ ആശയങ്ങൾ പറയുന്ന സർവ്വ ആളുകളുടെ മുമ്പിലും അവർക്കെതിരായിക്കൊണ്ട് അമ്പിയാക്കന്മാര് വരില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിട്ടുള്ള കക്ഷികൾ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആര് അള്ളാനെ അനുസരിച്ചോ റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹ് അനുഗ്രഹിച്ച മഹത്തുക്കളുടെ കൂടെയാണ്. ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന, നബിമാര് അവരിൽ മുമ്പന്മാരാണ്, വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ നാല് ഭാഗത്ത് പറഞ്ഞില്ലേ, ഇവരാണ് സ്വർഗത്തിൽ അത്യുന്നതരായ കൂട്ടുകാരായിക്കൊണ്ട് അള്ളാഹു അവർക്ക് നൽകുന്നതെന്ന ആശയം അല്ലാഹ് അവിടെ പറഞ്ഞല്ലോ. അതെത്ര വലിയ ഒരു ഫദ്ലാണ്, അതെത്ര വലിയ ഒരു അനുഗ്രഹമാണ്. അതേ അവസരത്തിൽ അംബിയായിനെ സംബന്ധിച്ചാണ് ഇവിടെ ആരോപണം പറഞ്ഞത്. അംബിയാക്കൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഇടതേടിയവരാണ്, സഹായം തേടിയവരാണ് നബിയോട് എന്ന് പറയുമ്പോ അതിന് പ്രമാണങ്ങളിൽ നിന്ന് തെളിവുദ്ധരിക്കേണ്ട ബാധ്യതയല്ലേ? അവനവന്റെ തെളിവായിട്ട് കാര്യമുണ്ടോ? അതിന് പ്രമാണങ്ങൾ തെളിവ് വേണ്ടതില്ലേ? അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ എവിടെയാണ് ബിഹഖി മുഹമ്മദിൻ എന്നോ ബിഹഖി നബി എന്നോ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയിൽ സ്വഹീഹായ നിലക്ക് വന്നത് എവിടെയാണ്? അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അമ്പിയാക്കന്മാര് മുഴുവനും യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് എന്നോ അതല്ലെങ്കിൽ അർത്ഥത്തിലോ അമ്പിയാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം തേടി എന്ന് എവിടെയാണ് പ്രമാണങ്ങളിലുള്ളത്? നിങ്ങളുടെ മൗലിദ് കിതാബിലെ തെളിവുകൾ പോരല്ലോ. മങ്കൂസ് മൗലിദിൽ ഒരു പക്ഷേ കാണാം അലാഹു വല്ലദീ
തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മൗലീദിന്റെ കിതാബുകളിലതാ, അതിന്റെ ആമുഖത്തിലതാ കുറെ ആളുകളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചത് കാണുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ഖിദ്ർ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, യൂനുസ് നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ദാവൂദ് അതുപോലെ തന്നെ അലൈഹിമുസ്സലാത്തു വസ്സലാം മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചുമുള്ള ദുആകൾ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള, നിങ്ങളുടെ തന്നെ ആളുകൾ പ്രകാശനം ചെയ്തിട്ടുള്ള മൗലീദിന്റെ കിതാബുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിലെവിടെയെങ്കിലും അല്ലാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥനയുണ്ടോ? നബിതങ്ങളോട് പ്രാർത്ഥനയുണ്ടോ? നബിതങ്ങളെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി സ്വഹാബത്തിന്റെ ചര്യയും അങ്ങനെ തന്നെയല്ലേ? സ്വഹാബിമാരുടെ ധാരാളം പ്രാർത്ഥനകൾ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോ അതുപോലെ തന്നെ അവിടെ നിങ്ങോട്ട് ഏതെങ്കിലും സ്വഹാബിമാരുടെ ദുആകളിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിലൊരു